മാപ്പപേക്ഷിക്കാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പഴയ നിയമത്തിലെ ഒരു ബലിയെക്കുറിച്ചാണ്. ഇനി നമുക്കൊരു വചനം പഠിക്കാം. എല്ലാവരും റെഡിയാണോ? നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ടീച്ചറിന് അറിയാം കേട്ടോ. ഹായ് കൂട്ടുകാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖാണോ? സുഖമായിരിക്കണല്ലേ? സന്തോഷമായിട്ടിരിക്കുകയാണോ മക്കള്? കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചറുടെ ആക്ടിവിറ്റി ആണെന്ന് വെച്ച് എല്ലാവരും ചെയ്താ? അത് ടീച്ചറിന് അയച്ചു കൊടുത്താ? മിടുക്കന്മാരും മിടുക്കുകളാണ് കേട്ടാ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റേ. അങ്ങനെ നമുക്ക് കുരിശ് വരച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും കണ്ണുകളടച്ചേ. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങളും അങ്ങയെപ്പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് അങ്ങേക്ക് പ്രിയമുള്ള ശിഷ്യരായി വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ആമേൻ. അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ആര് പറയും? മിടുക്കിയാണ് കേട്ടോ. നമ്മൾ എന്താ പഠിച്ചേ? ഈശോയുടെ ബലിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ടീച്ചർ ചോദിക്കട്ടെ, കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മിടുക്കൻ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. സമർപ്പണം എന്നാണ് കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പഴയ നിയമത്തിലെ ഒരു ബലിയെക്കുറിച്ചാണ്. നിങ്ങൾ ആ ചിത്രം കണ്ട? നോക്കിയേ എല്ലാവരും. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 29ാമത്തെ പേജിലുള്ള ഒരു ചിത്രമാണ്. അതിൽ ആരൊക്കെയാണുള്ളതെന്ന് നോക്കിയേ, സൂക്ഷിച്ച് നോക്കിയേ. ആരൊക്കെയാണുള്ളത്? മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ? അത് ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. അബ്രാഹം ഇസഹാക്കിനെ ബലി കൊടുക്കുന്ന ഒരു ചിത്രമാണത്. ബലി കൊടുക്കാൻ പോകുന്ന ചിത്രം. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ടീച്ചറിന് അറിയാം കേട്ടോ. എന്നാൽ ടീച്ചർ ആ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. കഥ ഇങ്ങനെയാണ്. ദൈവം അബ്രാഹത്തെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. ആരെ പരീക്ഷിക്കുവാനാണ് തീരുമാനിച്ചേ? ഉറക്കെ പറഞ്ഞേ. അബ്രാഹത്തെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. എങ്ങനെയാണെന്നോ, ഒരിക്കൽ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടി മോറിയ ദേശത്തേക്ക് പോകണം. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ കൊണ്ടുപോയി നീ അവനെ എനിക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കണം. ആരെ ബലി അർപ്പിക്കണമെന്നാ പറഞ്ഞേ ദൈവം അബ്രാഹത്തോട്? തൻ്റെ ഏകമകൻ ഇസഹാക്കിനെ ബലി അർപ്പിക്കണമെന്ന്. നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചെയ്യോ അങ്ങനെ? ഇല്ലല്ലേ, നമുക്ക് പേടിയാകും അല്ലേ? പക്ഷേയില്ലേ, അബ്രാഹത്തിന് പേടിയൊന്നായില്ല. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്കൊക്കെ ജീനിയിട്ട് മകൻ ഇസഹാക്കിനെ വിളിച്ച് ഇസഹാക്കിനെയും കൂടെ 2 വേലക്കാരെയും കൂട്ടി കഴുതപ്പുറത്ത് മോറിയ ദേശത്തേക്ക് പോയി. അങ്ങനെ അവരിങ്ങനെ യാത്ര ചെയ്യാണ്. 3 ദിവസം ആയപ്പോൾ അബ്രാഹം ഇങ്ങനെ നോക്കിയപ്പോൾ ദൂരെ ഒരു മല കണ്ട്. അപ്പം അബ്രാഹത്തിന് മനസ്സിലായി, ഈ മലയിലാണ് ഇസഹാക്കിനെ ബലി കഴിക്കാൻ ദൈവം പറഞ്ഞതെന്ന്. അബ്രാഹം 2 വേലക്കാരോട് പറഞ്ഞ്, നിങ്ങളിവിടെ നിന്നോ, കഴുതയെ നോക്കി നിന്നോ, ഞാനും ഇസഹാക്കും കൂടി പോയി ബലി കഴിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ വിറകൊക്കെ എടുത്ത് ഇസഹാക്കിൻ്റെ മേൽ കൊടുത്തിട്ട് അബ്രാഹാം കയ്യിൽ കത്തിയും തീയൊക്കെ ഇട്ട് അവരിങ്ങനെ നടക്കണം.
അപ്പോൾ നമ്മുടെ ഇസഹാക്കിനൊരു സംശയം. അപ്പോൾ ഇസഹാക്ക് പിതാവിനോട് പിതാവായ അബ്രാഹത്തോട് ചോദിക്കുകയാണ്, പിതാവേ, നമ്മൾ വിറകും കത്തിയും എല്ലാം കൊണ്ടുപോകണല്ലോ, പക്ഷെ നമ്മൾ ബലിക്കുള്ള കുഞ്ഞാടിനെ കൊണ്ടുപോകണല്ലോ, അതെവിടെയെന്ന്. അപ്പോൾ അബ്രാഹാം പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം നമുക്ക് തരുമെന്ന്. ഇസഹാക്കിനറിയാൻ പാടില്ല അബ്രാഹാം ഇസഹാക്കിനെയാണ് ബലി കഴിക്കാൻ പോണേന്ന്. അങ്ങനെ അവർ ദൈവം പറഞ്ഞ സ്ഥലത്തെത്തി, മോറിയ മലയിൽ. അവിടെ എന്ത് ചെയ്ത്, ഒരു ബലിപീഠം പണിത് അതിൻ്റെ മുകളിൽ വിറകൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ ഇസഹാക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇസഹാക്കിനെ പിടിച്ച് ബന്ധിച്ച് വിറകിൻ്റെ മീതെ കിടത്തി. എന്നിട്ട് അബ്രാഹാം കത്തിയെടുത്ത് ഇസഹാക്കിനെ ബലി കഴിക്കാൻ വേണ്ടി കൈപൊക്കി. അപ്പോൾ എന്ത് ചെയ്യുന്നോ, ആകാശത്ത് കർത്താവിൻ്റെ ദൂതൻ വന്ന്. കർത്താവിൻ്റെ ദൂതൻ അബ്രാഹത്തോട് പറഞ്ഞു, കുട്ടിയൊന്നും ചെയ്യരുത്. അപ്പം അബ്രാഹാം ഇങ്ങനെ ദൂതനെ നോക്കി. അപ്പോൾ ദൂതൻ പറഞ്ഞു, ദൈവം നിന്നെ പരീക്ഷിച്ചതാണ്, നിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചതാണ്. അപ്പം അബ്രാഹാം ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു മുൾപ്പടർപ്പുണ്ട്. അതിൽ ഒരാട്ടിൻകുട്ടിയുടെ മുട്ടനാടിൻ്റെ തല ഇങ്ങനെ കൊമ്പിങ്ങനെ കുരുക്കി കിടക്കുകയാണ്. അബ്രാഹാം എന്ത് ചെയ്ത്, മകന് പകരം ആ മുട്ടാടിനെ എടുത്ത് കർത്താവിന് ദഹനബലി അർപ്പിച്ചു. നമ്മളിപ്പോൾ എന്താ പഠിച്ചേ? അബ്രാഹാം വിജയിച്ചില്ലേ? ദൈവത്തിൻ്റെ പരീക്ഷയിൽ അബ്രാഹാം വിജയിച്ചില്ലേ? അങ്ങനെയാണ് അബ്രാഹത്തിന് വിശ്വാസികളുടെ പിതാവെന്ന് പേര് വന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ആ ചിത്രത്തിൽ എന്താ കണ്ടേന്ന്? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് കളർ കൊടുക്കണം. നിങ്ങൾക്കെല്ലാവർക്കും കളർ എടുക്കാൻ ഇഷ്ടമാണെന്നൊക്കെ അറിയാം. നിങ്ങൾ അതിലൊക്കെ കളർ കൊടുത്തിട്ട് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. അതുമാത്രമല്ല, അതിന് താഴെ നോക്കി 3 ക്വസ്റ്റ്യൻസ് കണ്ട് അതിൻ്റെ താഴെ. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിതാവായ അബ്രാഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ തയ്യാറായത്? അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്ന കഥയിലുള്ളതാണിത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 3 ക്വസ്റ്റ്യൻ്റെയും ആൻസർ എഴുതി ടീച്ചറിന് അയച്ചു കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിതാവായ അബ്രാഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ തയ്യാറായത്? അത് നിങ്ങൾക്കറിയാലോ, ടീച്ചർ പറഞ്ഞു തന്നില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം, എവിടെയാണ് അബ്രാഹാം ബലിപീഠം ഒരുക്കിയത്? എവിടെയാണ് ബലിപീഠം ഒരുക്കിയത്? കറക്റ്റാണ് കേട്ടോ. ഇനി മൂന്നാമത്തേത്, ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നതിൽ നിന്ന് അബ്രാഹത്തെ പിന്തിരിപ്പിച്ച സംഭവം വിവരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് 3 ചോദ്യത്തിനും ആൻസറൊക്കെ എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. എല്ലാവരും ചെയ്യൂലേ? മിടുക്കന്മാരാണ് കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ പഴയ നിയമ ബലിയെക്കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ആദ്യം നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചും ഈശോയുടെ ബലിയെക്കുറിച്ചും പഠിച്ചു. ഇപ്പം നമ്മൾ കഥ കേട്ട ഏതാണ്? പഴയ നിയമ ബലിയെ പറ്റിയുള്ള അബ്രാഹത്തിൻ്റെ ഒരു കഥയൊക്കെ കേട്ടില്ലേ? ഇനി പഴയ നിയമ ബലിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരെന്തിനു വേണ്ടിയാണ് ബലിയർപ്പണം നടത്തുന്നത്? ദൈവത്തെ ആരാധിക്കാൻ, പിന്നെ ദൈവത്തിന് നന്ദി പറയാൻ, അതുപോലെ തന്നെ പാപങ്ങൾക്കെല്ലാം മാപ്പപേക്ഷിക്കാൻ, പിന്നെ എന്തിനാ? നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവത്തോട് പറയാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ. അപ്പോൾ പഴയ നിയമബലിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? അവരെന്തിനൊക്കെയാ ചെയ്യുന്നേ? ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ, പാപങ്ങൾക്ക് മാപ്പപേക്ഷിക്കാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിച്ചു. എന്താണ് വിശുദ്ധ കുർബാനയെന്ന് പഠിച്ചു. പിന്നെ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ പഠിച്ചു. വിശുദ്ധ കുർബാനയുടെ അർത്ഥം എന്താണെന്ന് പഠിച്ചു. പിന്നെ പഴയ നിയമത്തിലെ ഒരു ബലിയെക്കുറിച്ചും പഠിച്ചു. അബ്രാഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ പോകുന്ന സംഭവവും പഠിച്ചു. ടീച്ചർ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഇത്രയും നാളുള്ള ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ച് നിങ്ങളുടെ സന്തോഷത്തെ വേണ്ടെന്ന് വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത നന്മകൾ, അവർക്ക് വേണ്ടി ചെയ്ത നന്മകളെക്കുറിച്ച് വിശദമായിട്ട് എഴുതി നിങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുക്കണം. എല്ലാവരും ചെയ്യുമല്ലോ ഇത്? മിടുക്കന്മാരും മിടുക്കുകളുമാണ് കേട്ടോ. ഇനി നമുക്കൊരു വചനം പഠിക്കാം. എല്ലാവരും റെഡിയാണോ? ഓക്കെ. അതെന്താണെന്ന് വെച്ചാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു
അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. എല്ലാവരും ഒന്ന് ടീച്ചറുടെ കൂടെ പറഞ്ഞേ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. മത്തായി 5-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ഇനി നമുക്കൊരു ആക്ഷൻ സോങ് കണ്ടാലോ? എല്ലാവർക്കും ആക്ഷൻ സോങ് ഒക്കെ ഇഷ്ടമല്ലേ? ടീച്ചറിനറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന്. യേശുകുമാരൻ കാൽവരിയിൽ ദൈവഹിതം പോൽ ബലിയായി, മാനവരക്ഷയ്ക്കായവിടുത്തെ പുത്രൻ കുരിശിൽ ബലിയായി. രക്ഷാകരമീ ബലിയാൽ നാം പാപവിമോചിതരായിടും. അപരനു ജീവിതമർപ്പിക്കാൻ പ്രേരണയാകണമീയാകം. ആക്ഷൻ സോങ് എല്ലാവർക്കും ഇഷ്ടമായ? എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? ഇനി നമുക്ക് എല്ലാവരും എഴുന്നേറ്റേ. കൈകൂപ്പി കണ്ണുകളടച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥ, അങ്ങയെ കൂടെ കൂടെ അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരും ടീച്ചറുടെ കൂടെ പറഞ്ഞേ. ദിവ്യകാരുണ്യനാഥ, അങ്ങയെ കൂടെ കൂടെ അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.